അങ്ങനെ രൂപപ്പെട്ട വർഗീയ സ്വത്വമാണ് വാസ്തവത്തിൽ നമ്മൾ ആധുനികം എന്ന പേരിൽ എറിയും കുറഞ്ഞും കൊണ്ടു നടക്കുന്നതാണ്. അതിപ്പോ പെട്ടെന്ന് ഒരു ശബരിമല വരുന്ന സമയത്ത് എല്ലാവരും ചാടിപ്പപ്പെടും. അപ്പൊ ഇത് പ്രവർത്തിക്കും. അപ്പൊ നമ്മുടെ അതുവരെയുള്ള മറ്റൊരു യുക്തിക്കും അവരുടെ ഇടയില്ലാണ്ടാവും. ആർത്തവാശുദ്ധ എന്ന് പറഞ്ഞിട്ട് MSc സുവോളജി ഒക്കെ പാസ്സായ അവര് നിരനിരയായിട്ട് റോട്ടിലിറങ്ങും. അപ്പൊ സുവോളജിക്ക് എന്ത് പറ്റും? സുവോളജി പോയ വഴി പോകും. അങ്ങനെ എന്തെല്ലാം പോയ വഴി പോയി. നോക്കൂ, ഇന്ത്യയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മധ്യവർഗം ആർജിച്ച വിജ്ഞാനവും അവരുടെ സാമൂഹ്യ ബോധവും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ ഇത്ര ഭീമാകാരമായ നിലയിൽ അറിവിനെ തലയിച്ചിടാൻ പറ്റിയ ഒരു ജനതയും ലോകത്തില്ല. ഇപ്പൊ കേരളത്തിലെ തന്നെ അങ്ങനെ തന്നെയാണല്ലോ. ഭയങ്കര പണ്ഡിതന്മാരല്ലേ എല്ലാവരും. എന്നിട്ട് ജീവിതബോധത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നേരെ വിപരീതമാണ്. ഇന്ന് നാരായണഗുരു പറഞ്ഞൊരു കലിയുണ്ട്. ഏതോ ഒരു പണ്ഡിതൻ നാരായണഗുരുവിനെ കാണാൻ വന്നിട്ട് ഗുരുവിനോട് ജാതി ശരിയാണെന്ന് പറഞ്ഞ് വിശദമായിട്ട് വാദിച്ചു. ഗുരുവെല്ലാം കേട്ടു. അത് കഴിഞ്ഞ് ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ ഗുരു തന്റെ കൂടെയുള്ള ശിഷ്യന്മാരോട് ആ പണ്ഡിതന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, മൂപ്പരെന്നൊക്കെ ഞാൻ പറയണം, നാരായണഗുരു മൂപ്പരെന്നൊന്നും പറയില്ല, അദ്ദേഹം ഈ പുസ്തകം വെച്ച അലമാര പോലെയാണ് എന്ന് പറഞ്ഞു. പുസ്തകം വെച്ച അലമാര നിങ്ങൾക്കറിയാലോ, അലമാര നിറച്ച് പുസ്തകമാണ്, പുസ്തകം നിറച്ച അറിവാണ്. പക്ഷെ ഇതൊന്നും അലമാരക്ക് ബാധകമല്ല. അലമാര ഇങ്ങനെ പുസ്തകം ചുവന്ന് വെക്കും. ഇത് വാസ്തവത്തിൽ അന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞ പരിഹാസമാണെങ്കിൽ ഇന്ന് ഏതാണ്ട് കേരളത്തിന്റെ പൊതുജീവിതത്തിന് ആകമാനം ബാധകമായ ഒന്നായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആർജിക്കുന്ന അറിവും നമ്മുടെ സാമൂഹ്യ ചരിത്രധാരണയും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ മിക്കവാറും ഒരു ബന്ധമില്ല. ദേശീയ പ്രസ്ഥാന കാലത്ത് വള്ളത്തോളൊരു വരി കവിത എഴുതുന്നുണ്ട്, ഉടുപ്പിൽ തുന്നിച്ചേർക്കും ഉയർന്ന വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയില്ല നമ്മെ എന്ന്. അത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തതിനെ കുറിച്ചൊക്കെയാണ്. ഇന്ന് പക്ഷെ നമ്മുടെ ഒരു സ്വാഭാവിക രീതിയായല്ലോ. നമ്മുടെ സാമൂഹിക ബോധവും നമ്മുടെ വിജ്ഞാന തലവും തമ്മിൽ, അതായത് അറിവ് വസ്തുവൽക്കരിക്കപ്പെടുകയും മാർസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫെറ്റിഷ് ഒബ്ജക്റ്റായി തീരുകയും അറിവ് സോഷ്യൽ കോൺഷ്യസ്നെസ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുകയും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ സ്ത്രീ വിരുദ്ധത, ആഡംബര ഭ്രാന്ത്, ഉപഭോഗരതി, ഇതിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഈ അറിവിന്റെ ഒരു തരത്തിലുള്ള റൈഫിക്കേഷനാണ്, വസ്തുവൽക്കരണം. അതായത് ഒരു അറിവ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഒബ്ജക്റ്റ് ആണെന്നും ഒരറിവിൽ ഒരു ഹിസ്റ്റോറിക്കൽ റിലേഷൻ ഉണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റുന്നവരുടെ എണ്ണം വല്ലാതെ കുറഞ്ഞു. അങ്ങനെയാണ് സയൻസ് കോൺഗ്രസിൽ വന്നിട്ട് മറ്റേ ഭൂഖണ്ഡാന്തര മിസൈൽ വേദത്തിലുണ്ട് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഒരു നിസ്സാര ചോദ്യം കൊണ്ട് അവസാനിച്ചു പോണ കാര്യമാണ്. അന്ന് ഏത് ലോഹം ഉണ്ടെന്ന് ചോദിച്ചാൽ മതി. ഈ പൊതുവർഷാരംഭത്തിന് 2000 കൊല്ലം മുമ്പ് ആടിനെയും പശുവിനെയൊക്കെ വെച്ച് നടക്കുന്ന സമയത്ത് എന്ത് ലോഹമാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ അപ്പൊ തീരെ സുഖേട്. കാരണം ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ അയക്കണമെങ്കിൽ നിങ്ങൾക്ക് വായുവിന്റെ ഘർഷണത്തെ ഭേദിക്കാൻ പറ്റണം, അതുപോലെ ഗുരുത്വാകർഷണത്തെ ഭേദിക്കാൻ പറ്റണം. ഇതിനൊക്കെയുള്ള എനർജി പൊട്ടൻഷ്യലും ലോഹശേഷിയും എപ്പോഴാണ് മനുഷ്യവംശത്തിന് ഉണ്ടായത് എന്ന് ആലോചിച്ചാൽ ഈ ചോദ്യം അപ്പൊ തീരും. പക്ഷെ മഹാജ്ഞാനികൾ നിരനിരയായിട്ടിരുന്നത് കേൾക്കുകയാണ്.